ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. കഴിഞ്ഞ നെറ്റ്വർക്കിൻ്റെ ബേസിക് വീഡിയോകളിൽ നമ്മൾ എന്താണ് നെറ്റ്വർക്ക് എന്നും എന്തിനാണ് നെറ്റ്വർക്ക് ചെയ്യുന്നതെന്നും എത്ര ടൈപ്പ് നെറ്റ്വർക്ക് ഉണ്ട് എന്നുള്ളതും ടോപ്പോളജി എന്താണ്, അത്തരം കാര്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൽ ഒരു ടൈപ്പ് ഓഫ് നെറ്റ്വർക്കാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. നമ്മൾ ലാൻ എന്ന് വിളിക്കും. അപ്പോൾ ഒരു ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഒരു ഓഫീസിലോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിലോ ഇരിക്കുന്ന സിസ്റ്റങ്ങളെ നമ്മൾ പരസ്പരം കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ലാൻ എന്ന് വിളിക്കാം. ആ സിസ്റ്റങ്ങൾ തമ്മിൽ മാത്രമേ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളൂ. അതിൽ ഉദാഹരണമായി പറഞ്ഞാൽ അതിൽ ഇൻ്റർനെറ്റ് ആക്സസ് പോലുള്ള കാര്യങ്ങൾ അവൈലബിൾ ആയിരിക്കില്ല. അത്തരം ഒരു 10 സിസ്റ്റം ഉണ്ടെങ്കിൽ ആ 10 കമ്പ്യൂട്ടറുകൾ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ ലാൻ എന്ന് വിളിക്കുക, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അതൊരു 10 സിസ്റ്റം ആകാം, 20 സിസ്റ്റം ആകാം, വേണമെങ്കിൽ ഒരു ഓഫീസിൽ 100 സിസ്റ്റങ്ങൾ ഉണ്ടെങ്കിൽ 100 സിസ്റ്റങ്ങളാകാം. ഇതെല്ലാം പരസ്പരം കണക്ട് ചെയ്താലുള്ള ബെനിഫിറ്റുകൾ എന്താണ്? നമുക്ക് ഫോൾഡറുകളും ഫയലുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മുടെ ഓഫീസിൽ പ്രിൻ്റർ ഉണ്ടെങ്കിൽ ആ പ്രിൻ്റർ നമ്മൾ ഉണ്ടാക്കിയ ലാനിലോട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും കോമൺ ആയിട്ട് ആ ഒരു പ്രിൻ്റർ യൂസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഏതൊരു സിസ്റ്റം പ്രിൻ്റ് ചെയ്താലും നമുക്ക് ഒരു പ്രിൻ്ററേ ഉള്ളെങ്കിൽ പോലും ആ പ്രിൻ്ററിലൂടെ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ഔട്ട് കിട്ടും. അപ്പോൾ ഇത്രയാണ് ബെനിഫിറ്റുകൾ നമ്മൾ ലാൻ ചെയ്യുന്നതിൻ്റെ. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഓഫീസിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്ലാസ് മുറിയിൽ നമുക്ക് എങ്ങനെ ഒരു ലാന് സെറ്റപ്പ് ചെയ്യാം എന്നുള്ള കാര്യം ഇവിടെ നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മൾ നെറ്റ്വർക്കിങ്ങിൻ്റെ എല്ലാ വീഡിയോകളിലും നമ്മൾ ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നെറ്റ്വർക്കിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു ചാനൽ ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യം നമ്മൾ അറിയേണ്ടത് ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് എന്തെല്ലാം ഡിവൈസുകൾ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തുടക്കമായിട്ട് നമുക്ക് ഒന്നാമതായിട്ട് ഒരു കമ്പ്യൂട്ടറുകൾ ആവശ്യമുണ്ട്. രണ്ടാമതായിട്ട് നമുക്ക് സ്വിച്ച് എന്ന് പറയുന്ന ഡിവൈസ് ആവശ്യമുണ്ട്. മൂന്നാമതായിട്ട് നമുക്ക് കമ്പ്യൂട്ടറുകളെയും സ്വിച്ചുകളെയും പരസ്പരം കണക്ട് ചെയ്യാൻ കേബിൾ ആവശ്യമുണ്ട്. നാലാമതായിട്ട് നമുക്ക് ആ കേബിളും കമ്പ്യൂട്ടറും തമ്മിൽ കണക്ട് ചെയ്യണമെങ്കിൽ കേബിളിൻ്റെ എൻഡ് പോയിന്റിൽ നമ്മൾ കണക്ടർ പിടിപ്പിക്കണം. അപ്പോൾ നമുക്ക് കണക്റ്റേഴ്സ് ആവശ്യമുണ്ട്. ഈ ഒരു 4 സാധനങ്ങളാണ് മെയിനായിട്ടും നമുക്കൊരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്? ഒന്ന്, നമുക്ക് കമ്പ്യൂട്ടർ ആവശ്യമുണ്ട് അല്ലേ? നമുക്ക് കമ്പ്യൂട്ടർ ആവശ്യമുണ്ട്. 2, നമുക്ക് സ്വിച്ച് ആവശ്യമുണ്ട്. 3, നമുക്ക് കേബിൾ ആവശ്യമുണ്ട്. 4, നമുക്ക് ഇതിനെ പരസ്പരം കണക്ട് ചെയ്യാൻ കണക്ടർ ആവശ്യമുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്കൊരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത്. ഓക്കെ, നമുക്ക് അടുത്തത് കമ്പ്യൂട്ടർ. അപ്പോൾ കമ്പ്യൂട്ടർ ഉണ്ടായാൽ മാത്രം പോരാ, നമുക്ക് ആ കമ്പ്യൂട്ടർ എന്ത് വേണം? കമ്പ്യൂട്ടറിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം. ഇപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്തുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ നമ്മളൊരു മൊബൈൽ ഫോൺ മേടിക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മുടെ മൊബൈൽ ഫോണിൽ ഓൾറെഡി ആൻഡ്രോയിഡ് എന്ന പേരുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന കമ്പ്യൂട്ടർ ആയാലും ലാപ്ടോപ്പ് ആയാലും ലാപ്ടോപ്പിലൊക്കെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അത് ചിലപ്പോൾ വിൻഡോസ് 7 ആവാം, വിൻഡോസ് 8 ആവാം, വിൻഡോസ് 8.1 ആവാം, വിൻഡോസിൻ്റെ 10 ആവാം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിൻഡോസിൻ്റെ 11 ആണ്. ഇപ്പോൾ നമ്മൾ പുതിയ ലാപ്ടോപ്പൊക്കെ പർച്ചേസ് ചെയ്യുമ്പോഴൊക്കെ ഓൾറെഡി അതിൽ വിൻഡോസ് 11 ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ വിൻഡോസ് അല്ലാതെ നമുക്ക് ലിനക്സ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ കമ്പനിയുണ്ട്. ലിനക്സിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഉബുണ്ടു എന്ന് പറയുന്നൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അല്ലെങ്കിൽ ലിനക്സിൻ്റെ ബേസ് ചെയ്തിട്ട് വരുന്ന കാലിനെക്സ് എന്ന് പറയുന്നൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം. പിന്നെ നമ്മളിപ്പോൾ ആപ്പിളിൻ്റെ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആപ്പിളിൻ്റെ ഡെസ്ക്ടോപ്പോ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ലാപ്ടോപ്പൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആപ്പിളിൻ്റെ സിസ്റ്റങ്ങളിൽ പ്രധാനമായിട്ട് കണ്ടുവരുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്?
നമ്മുടെ macOS ആണ്. അപ്പോൾ macOS അങ്ങനെ ഏതെങ്കിലും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മുടെ കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യണം, ഉണ്ടായിരിക്കണം. മാത്രമല്ല നമുക്ക് ഈ സിസ്റ്റങ്ങളെല്ലാം കേബിൾ വഴിയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ സിസ്റ്റങ്ങളിലെല്ലാം എന്ത് വേണം, സിസ്റ്റങ്ങളിലെല്ലാം NIC പോർട്ട് എന്ന് പറയുന്നൊരു പോർട്ട് ആവശ്യമുണ്ട്. സിസ്റ്റങ്ങളിലെല്ലാം NIC പോർട്ട് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം കമ്പ്യൂട്ടറുകളിൽ. അതേപോലെ തന്നെ കമ്പ്യൂട്ടറുകളിൽ എന്ത് വേണം, എല്ലാ കമ്പ്യൂട്ടറുകളിലും NIC പോർട്ടിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ NIC പോർട്ട് വേണം. അതേപോലെ തന്നെ വിൻഡോസ് അല്ലെങ്കിൽ ലിനക്സ് അല്ലെങ്കിൽ macOS, ഇപ്പോൾ macOS ഞാനിവിടെ എഴുതിയിട്ടില്ല, macOS പോലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളും കമ്പ്യൂട്ടറുകളിൽ വേണം. അപ്പോൾ പ്രധാനമായിട്ടും കമ്പ്യൂട്ടറാണ് ഒന്നാമതായിട്ട് വേണ്ടത്. അടുത്തത് നമുക്ക് എന്താണ് ആവശ്യമുള്ളത് നോക്കാം. അടുത്ത് നമുക്ക് ആവശ്യമുള്ളത് എന്താണ്, കമ്പ്യൂട്ടറിൽ NIC പോർട്ട് വേണമെന്ന് പറഞ്ഞു അല്ലേ. ഈ ഒരു പോർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, NIC പോർട്ട് എന്ന് വിളിക്കുക. ഞാൻ ഇപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിടാം. ഈ ഒരു പോർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കമ്പ്യൂട്ടറുകളിലുള്ള NIC പോർട്ട് എന്ന് വിളിക്കുക. അപ്പോൾ കമ്പ്യൂട്ടറുകളിൽ എന്ത് വേണം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം. രണ്ടാമതായിട്ട് എന്ത് വേണം, NIC പോർട്ടുകളും ആവശ്യമുണ്ട്. അടുത്ത നമുക്ക് എന്ത് നോക്കാം, ഈ കമ്പ്യൂട്ടറുകളെല്ലാം നമ്മൾ കേബിൾ ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്യുക. അപ്പോൾ ഉദാഹരണമായിട്ട് എല്ലാ കമ്പ്യൂട്ടറുകളിലും എത്ര NIC പോർട്ട് ഉണ്ടാവും, എല്ലാ കമ്പ്യൂട്ടറുകളിലും ആകെ ഒരു NIC പോർട്ടാണ് ഉണ്ടാവുക, ഒറ്റ NIC പോർട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കൊരു ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണ്, ഒരു 5 കമ്പ്യൂട്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ 5 കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ഈ 5 കമ്പ്യൂട്ടറിനെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ ആകെ ഉള്ളത് എത്രയാണ്, ഒരു NIC പോർട്ടാണ്. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് ഞാൻ വേറൊരു കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തു എന്ന് വിചാരിക്കുക കേബിൾ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു NIC പോർട്ട് ഉണ്ടായിരുന്നു അല്ലേ, ആ NIC പോർട്ട് എന്തായി, ഫുള്ളായി. ഇപ്പോൾ എനിക്ക് വേറൊരു കമ്പ്യൂട്ടർ കൂടി ഇവിടെ വന്നു, എനിക്ക് ഈ കമ്പ്യൂട്ടറുകളെ എന്ത് ചെയ്യണം, കണക്ട് ചെയ്യണം എന്ന് വിചാരിക്കുക. അപ്പോൾ കണക്ട് ചെയ്യാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ എന്തില്ല, NIC പോർട്ട് ഇല്ല, ആകെ ഒരു NIC പോർട്ട് ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറുകളെല്ലാം നേരിട്ട് കണക്ട് ചെയ്യുകയല്ല ചെയ്യുക. നമ്മൾ നേരത്തെ ടോപ്പോളജി എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾ പഠിച്ചിരുന്നു, സ്റ്റാർ ടോപ്പോളജി എന്ന് പറയുന്നൊരു ടോപ്പോളജി ഉണ്ട്. ആ ടോപ്പോളജി ഉപയോഗിച്ച് നമ്മൾ കമ്പ്യൂട്ടറുകൾ എന്ത് ചെയ്യും, സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യാൻ നമുക്ക് എന്ത് വേണം, സ്വിച്ച് വേണം. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു സ്വിച്ചാണ്. അപ്പോൾ നമുക്ക് എത്ര കമ്പ്യൂട്ടറുകൾ നമുക്ക് പരസ്പരം കണക്ട് ചെയ്യണോ അതിനനുസരിച്ചുള്ള നമുക്ക് സ്വിച്ചുകൾ ലഭ്യമാണ്. അപ്പോൾ സ്വിച്ചുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്ന പോലെ NIC പോർട്ടുകളാണ് ആ സ്വിച്ചിൽ നിറച്ചുള്ളത് അല്ലേ. ഇത് ഇങ്ങനത്തെ പോർട്ടുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സ്വിച്ച് എന്ന് പറയുന്നത് എന്താണ്, എ നെറ്റ്വർക്ക് സ്വിച്ച് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ഇൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ടു കണക്ട് മൾട്ടിപ്പിൾ ഡിവൈസസ്. എന്ന് വെച്ചാൽ എന്താണ്, ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് സ്വിച്ച് എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡിവൈസുകളെ പരസ്പരം കണക്ട് ചെയ്യാനാണ്. ഉദാഹരണമായിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്, കമ്പ്യൂട്ടറുകളെ കണക്ട് ചെയ്യാൻ, പ്രിൻ്ററുകളെ കണക്ട് ചെയ്യാൻ, സർവർ കമ്പ്യൂട്ടറുകളൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് സ്വിച്ച് എന്ന് പറയുന്നത്. അതൊരു ഇൻ എ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ഡിവൈസാണ്. ഇറ്റ് ഈസ് പ്രൈമറി ഫംഗ്ഷൻ ഈസ് ടു റിസീവ് ഡാറ്റ പാക്കറ്റ് ഫ്രം വൺ ഡിവൈസ് ആൻഡ് ഫോർവേഡ് ദം ടു ദ കറക്റ്റ് ഡിവൈസ് ഓൺ ദ നെറ്റ്വർക്ക് ബേസ്ഡ് ഓൺ മാക് അഡ്രസ്. ആ ഒരു സ്വിച്ച് എന്ന് പറയുന്ന ഒരു ഡിവൈസിൻ്റെ മെയിൻ ഫംഗ്ഷൻ, പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ഡിവൈസിൽ നിന്ന് ഡാറ്റ പാക്കറ്റുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ അയക്കുന്ന ഇൻഫർമേഷൻസ്, ചിലപ്പോൾ സിനിമയാകാം, ഫയലുകളാകാം, ഫോട്ടോസ് ആകാം, ഡോക്യുമെൻറ്റുകളാകാം, എന്തോ ആയിക്കോട്ടെ, അത് നെറ്റ്വർക്കിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് പാക്കറ്റായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഒരു സിസ്റ്റത്തിൽ നിന്ന് വരുന്ന പാക്കറ്റുകളെ സ്വീകരിച്ചിട്ട് അത് എങ്ങോട്ടാണോ നമ്മൾ അയക്കുന്നത് കറക്റ്റായിട്ട് അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഫങ്ഷനാണ് എന്തിനുള്ളത്, ഒരു സ്വിച്ചിൻ്റെ പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത്. അത് എന്ത് ബേസ് ചെയ്തിട്ടാണ്, ഒരു നെറ്റ്വർക്ക് ബേസ്ഡ് ഓൺ മാക് അഡ്രസ്, മീഡിയ ആക്സസ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു അഡ്രസ്സാണ്. ആ അഡ്രസ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. എല്ലാ സിസ്റ്റങ്ങൾക്കും ഒരു അഡ്രസ്സ് ഉണ്ടാകും, അത് മാക് അഡ്രസ്സാണ്. അപ്പോൾ ഒരു അഡ്രസ്സ് നോക്കി കറക്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പാക്കറ്റുകളെ എത്തിക്കുക എന്നുള്ള ജോലിയാണ് ആര് ചെയ്യുന്നത്, സ്വിച്ച് എന്ന് പറയുന്ന ഡിവൈസ് ചെയ്യുന്നത്. അതാണ് സ്വിച്ചിൻ്റെ ഫങ്ഷൻ. അപ്പോൾ നമ്മൾ സിസ്റ്റങ്ങളെല്ലാം എങ്ങോട്ടാണ് കണക്ട് ചെയ്യുക, സ്വിച്ചുമായിട്ടാണ് കണക്ട് ചെയ്യുക. നമുക്ക് എത്ര പോർട്ടുകൾ അവൈലബിൾ ഉള്ള സ്വിച്ചുകളുണ്ട് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് എനിക്ക് ഒരു 8 കമ്പ്യൂട്ടറുകൾ അല്ലെങ്കിൽ എനിക്ക് 8 പോർട്ടുകൾ ലഭ്യമാവുന്ന അല്ലെങ്കിൽ 8 പോർട്ടുകളുള്ള എനിക്ക് സ്വിച്ചുകൾ മേടിക്കാനായിട്ട് കിട്ടും. ഇപ്പോൾ ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നു, ഒന്ന് സിസ്കോ എന്ന് പറയുന്ന ഒരു
കമ്പനിയുടെ സ്വിച്ചാണ്. സിസ്കോയെക്കുറിച്ച് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. നിങ്ങൾ CCNA പോലുള്ള കോഴ്സുകളൊക്കെ പഠിക്കുവാണെങ്കിൽ സിസ്കോ സർട്ടിഫൈഡ് നെറ്റ്വർക്ക് അസോസിയേറ്റ് എന്ന് തന്നെയാണ് അതിൻ്റെ ഫുൾ ഫോം തന്നെ വരുന്നത്. അത് സിസ്കോ എന്ന് പറയുന്നത് നെറ്റ്വർക്കിന് ആവശ്യമായിട്ടുള്ള സ്വിച്ചുകൾ, റൂട്ടറുകൾ ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വെണ്ടറാണ് സിസ്കോ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നത് സിസ്കോയുടെ ഒരു സ്വിച്ചാണ്. 8 പോർട്ടിൻ്റെ ഒരു സ്വിച്ചാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. തൊട്ടിപ്പുറത്തായിട്ട് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് TP ലിങ്കിൻ്റെ ഒരു 8 പോർട്ടിൻ്റെ സ്വിച്ച് കാണാൻ പറ്റും. അപ്പോൾ 8 പോർട്ടിൻ്റെ സ്വിച്ച് നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ 16 പോർട്ടിൻ്റെ സ്വിച്ച് നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള എത്ര പോർട്ടിൻ്റെ ആണോ നമുക്ക് ആവശ്യം അത്രയും പോർട്ടുകളുടെ സ്വിച്ചുകൾ ഇപ്പോൾ 8, 16, 24, 32, 48 പോർട്ടുകളുടെയൊക്കെ സ്വിച്ച് നമുക്ക് അവൈലബിൾ ആണ്. ഇനി നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള സ്വിച്ചുകൾ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് എൻ്റെ കമ്പനിയിൽ ഒരു 30 കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ 16 പോർട്ടിൻ്റെ 2 സ്വിച്ചുകൾ മേടിച്ചിട്ട് നമുക്ക് ഈ സ്വിച്ചുകൾ തമ്മിൽ ഇൻ്റർ കണക്ട് ചെയ്തിട്ട് ഈ ഉള്ള 30 പീസുകളെ നമുക്ക് പരസ്പരം എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത്ര പോർട്ടുകളുടെ സ്വിച്ചുകൾ നമുക്ക് അവൈലബിൾ ആണ്. ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് 15, 14, 17 പോർട്ടിൻ്റെ ഒന്നും കിട്ടില്ല. ഇപ്പോൾ നമുക്ക് 8, 16, 24, 32, 48 പോർട്ടുകളുടെ ഒക്കെ സ്വിച്ചുകൾ നമുക്ക് എന്താണ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഒന്നാമതായിട്ട് കമ്പ്യൂട്ടർ വേണം, രണ്ടാമതായിട്ട് നമുക്ക് സ്വിച്ച് വേണം, മൂന്നാമതായിട്ട് നമുക്കിനി വേണ്ടത് എന്താണ്, കേബിളാണ് ആവശ്യം. ഈ സ്വിച്ചുകളെയും അതേപോലെ തന്നെ കമ്പ്യൂട്ടറുകളെയും നമുക്ക് പരസ്പരം കണക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കേബിൾ ആവശ്യമാണ്, അല്ലേ? അപ്പോൾ നമുക്കിനി കേബിളിനെ കുറിച്ച് നോക്കാം. അപ്പോൾ കേബിള് കമ്പ്യൂട്ടറുകളൊക്കെ പരസ്പരം കണക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കേബിളിനെ ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്നാണ് വിളിക്കുക. സത്യം പറഞ്ഞാൽ ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ഒരു നെറ്റ്വർക്കൊക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് കേബിളുകൾ, ഇപ്പോൾ കൊയാക്സിയൽ കേബിൾ എന്ന് പറയുന്ന കേബിൾ ഉണ്ടായിരുന്നു പണ്ട്. ശരിക്കും കമ്പ്യൂട്ടറുകളെ കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ കൊയാക്സിയൽ കേബിളായിരുന്നു പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതിന് ശേഷമാണ് കമ്പ്യൂട്ടറുകളെ മാത്രം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ട്വിസ്റ്റഡ് പെയർ കേബിൾ, കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന് വേണ്ടിയിട്ട് മാത്രം ഒരു ട്വിസ്റ്റഡ് പെയർ കേബിൾ വന്നിട്ടുള്ളത്. അപ്പോൾ കമ്പ്യൂട്ടറുകളെ പരസ്പരം കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കേബിളിനെയാണ് നമ്മൾ ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്ന് വിളിക്കുക. അപ്പോൾ ട്വിസ്റ്റഡ് പെയർ കേബിൾ ഈ ഒരു ചിത്രത്തിൽ കാണുന്ന ഈ ഒരു കേബിളിനെ ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്ന് വിളിക്കുക. ഏറ്റവും പുറത്തുള്ള ഒരു ഔട്ടർ ഷീൽഡിൻ്റെ അകത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം നമുക്ക് 8 വയറുകൾ നമുക്ക് അതിൽ മൊത്തം കാണാൻ പറ്റും. അത് രണ്ടെണ്ണം വീതം പെയർ ചെയ്തിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് അതിനെ ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ട്വിസ്റ്റഡ് പെയർ കേബിൾ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. അതിൽ നമുക്ക് 2 ടൈപ്പ് കാറ്റഗറി കിട്ടും. ഒന്ന് UTPയും രണ്ടാമത്തെ STPയും. UTP എന്ന് പറഞ്ഞാൽ അൺഷീൽഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്നും STP എന്ന് പറഞ്ഞാൽ ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്നാണ്. അപ്പോൾ അൺഷീൽഡും ഷീൽഡും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നിങ്ങൾക്ക് ആ കേബിളിൻ്റെ ആ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. അതിൽ ആ ഒരു ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന UTP കേബിളിൻ്റെ പുറത്തൊരു ഷീൽഡും കാര്യങ്ങളൊന്നുമില്ല, അല്ലേ? തൊട്ടിപ്പുറത്ത് STP വെച്ചിരിക്കുന്നത് നോക്കിയേ, അതിൻ്റെ മുഖത്തൊരു ഫോയിലിൻ്റെ ഒരു കവറിങ് പോലത്തെ ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ എന്തിന് വന്നിട്ടുണ്ട്, STP കേബിളിന് വന്നിട്ടുണ്ട്. ആ ഒരു വ്യത്യാസമുള്ളൂ UTPയും STPയും നമ്മളുടെ ആ ഒരു കേബിളിൽ വ്യത്യാസം വരുന്നത്. പക്ഷേ അതിൻ്റെ ഫങ്ഷനൊക്കെ സെയിം തന്നെയാണ്, ഡാറ്റകൾ അയക്കാൻ തന്നെയാണ്. പക്ഷേ അതിൻ്റെ യൂസ് വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. സാധാരണ ഈ STP കേബിളുകൾ നമ്മൾ ഈ നോയ്സ് കുറയ്ക്കാൻ എന്ന് വെച്ചാൽ സിഗ്നൽ, ഈ കേബിളിലൂടെ ഡാറ്റകൾ സഞ്ചരിക്കുമ്പോഴുണ്ടാകുന്ന നോയ്സ് കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് STP കേബിളുകളാണ് യൂസ് ചെയ്യാം. UTP നോർമലായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ UTPക്ക് റേറ്റ് കുറവാണ്, STPക്ക് റേറ്റ് കൂടും. UTP ഫ്ലെക്സിബിളാണ്, STP അധികം ഫ്ലെക്സിബിൾ അല്ല. കാരണം കേബിളിന് അത്യാവശ്യം നല്ല കട്ടി വരുന്നൊരു ടൈപ്പ് കേബിളായിരിക്കും STP കേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ അൺഷീൽഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ നമുക്കതിന് മെയിനായിട്ടൊരു 7 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ കാറ്റഗറി എന്താണ്? അതിലൂടെ ഡാറ്റ അയക്കുന്ന സ്പീഡിൽ വ്യത്യാസം വരും കാറ്റഗറിക്ക് അനുസരിച്ച്. ഇപ്പോൾ കാറ്റഗറി 1 ഒക്കെ ആണെങ്കിൽ മാക്സിമം ഡാറ്റ സ്പീഡ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ 1 MB/s ആയിരുന്നു. പഴയ ടെലിഫോൺ നെറ്റ്വർക്കിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. രണ്ടാമത്തത് കാറ്റഗറി 2 4 MB/s ആണ്. കാറ്റഗറി 3 ഉണ്ട് 10 MB/s. കാറ്റഗറി 4 16 MB/s. നമുക്ക് മാക്സിമം 100 മീറ്റർ വരെ എന്ത് ചെയ്യാൻ പറ്റും, അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ കാറ്റഗറി 5 വരുന്നതും ഇതേപോലെ തന്നെ 100 MB/s ആണ് കാറ്റഗറി 5 വരുന്നത്. അത് നിങ്ങൾക്ക് 100 മീറ്റർ വരെ യൂസ് ചെയ്യാൻ പറ്റും. എതർനെറ്റ്, ഫാസ്റ്റ് എതർനെറ്റ്, ടോക്കൺ റിംഗ് എന്ന് ആപ്ലിക്കേഷൻസ് പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. കാറ്റഗറി 5E ഉണ്ട്, നമുക്ക് 1 GB/s വരെ ഡാറ്റകൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്.
കാറ്റഗറി 6 10 GB/s, കാറ്റഗറി 6E 10 GB/s, കാറ്റഗറി 7 10 GB/s ആണ്. ഇതിൽ നമുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് കാറ്റ് 5E അല്ലെങ്കിൽ 5E മുതലുള്ള കാറ്റഗറി 7 വരെയുള്ള കേബിളുകൾ നമ്മുടെ മാർക്കറ്റിൽ എന്താണ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് UTP കേബിളിൻ്റെ കാറ്റഗറി ആയിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. ഇനി ഈ കേബിളും കമ്പ്യൂട്ടറുകളും തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യണം അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഒരു PC, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഞാനിവിടെ ഒരു PC ഉണ്ട്. ഈ ഒരു PC ഇപ്പോൾ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഇപ്പോൾ സ്വിച്ച് നമ്മൾ വരയ്ക്കുമ്പോൾ സ്വിച്ചിൻ്റെ സിമ്പൽ നമ്മളിതെങ്ങനെ വരയ്ക്കുക. ഇപ്പോൾ നമ്മൾ ഈ ഒരു PCയും ഈ ഒരു സ്വിച്ചുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഉപയോഗിക്കേണ്ട കേബിൾ ഒന്നില്ലെങ്കിൽ നമുക്ക് UTP കേബിൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് STP കേബിൾ ഉപയോഗിക്കാം. രണ്ടും ആ ഒരു തിക്നെസ്സിൽ വരുന്ന വ്യത്യാസമാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഇത് കണക്ട് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ എന്തിലോട്ടാണ് കണക്ട് ചെയ്യുക? ഈ കമ്പ്യൂട്ടറിൻ്റെ NIC പോർട്ടിലോട്ടാണ് കണക്ട് ചെയ്യുക. അതേപോലെ തന്നെ സ്വിച്ചിൻ്റെ പോർട്ടുമായിട്ടാണ് കണക്ട് ചെയ്യുക. അപ്പോൾ കണക്ട് ചെയ്യാൻ എന്ത് വേണം? നമുക്കിവിടെ ഒരു കണക്ടറിൻ്റെ ആവശ്യമുണ്ട്. ആ കണക്ടറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണക്ടറിന് പറയുന്ന പേര് RJ45 എന്നാണ്. ഈ RJ45 എന്ന് പറയുന്ന കണക്ടർ ഉപയോഗിച്ചിട്ടാണ് കമ്പ്യൂട്ടറുകളെയും സ്വിച്ചുകളെയും ഈ പറയുന്ന UTP അല്ലെങ്കിൽ STP കേബിൾ ഉപയോഗിച്ച് കണക്ട് ചെയ്യാം. അപ്പോൾ കണക്ടർ എന്ന് പറയുന്നത് ഒരു അത്യാവശ്യ കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള എന്തൊക്കെ വേണമെന്നാണ് പറഞ്ഞത്? കമ്പ്യൂട്ടറുകൾ വേണം, കമ്പ്യൂട്ടറിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം, അതേപോലെ കമ്പ്യൂട്ടർക്ക് NIC പോർട്ട് വേണം, സ്വിച്ച് എന്ന് പറയുന്ന ഡിവൈസ് വേണം, അതേപോലെ തന്നെ എന്ത് വേണം? കേബിൾ വേണം, അതേപോലെ തന്നെ കണക്ടർ വേണം. ഇത്രയും സാധനങ്ങൾ നമുക്ക് ഫിസിക്കലായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിന് എങ്ങനെയാണ് ഈ ഒരു RJ45 എന്ന് പറയുന്ന ഈ ഒരു കണക്ടർ നമ്മുടെ ഈ പറയുന്ന UTP അല്ലെങ്കിൽ STP കേബിളുമായിട്ട് എന്ത് ചെയ്യുന്നത്? കണക്ട് ചെയ്യുന്നത്. അതിനെയാണ് ശരിക്കും നമ്മൾ എന്ത് വിളിക്കുക? ക്രിമ്പിംഗ് എന്ന് വിളിക്കുക. ക്രിമ്പിംഗ്, CRIMPING, ക്രിമ്പിംഗ്. ക്രിമ്പിംഗ് എന്താണ് എന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നോക്കാം. ഓക്കെ.